ശ്രീ ലിൻസൺ ആന്റണി, എന്തായിരിക്കാം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ചെയ്ത ഒരു പ്രൊഡക്റ്റിന് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം കലർന്നതോ അങ്ങനെ മറ്റെന്തെങ്കിലും ആകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇതിപ്പോ ഒരു വീട്ടമ്മയാണ് നമ്മളോട് കഴിഞ്ഞ ദിവസം വിളിച്ചറിയിച്ചത്. ഇങ്ങനെ ചോറ് ഒരു കരിനീല കളറായിട്ട് കാണുന്നുണ്ട്, അപ്പൊ ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ നമ്മള് ഒരു അസാധാരണമായിട്ടൊരു കളറ്. സാധാരണ നമ്മൾ ചോറൊക്കെ കുറച്ച് വൈകി കഴിഞ്ഞാൽ പഴകി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് ഒരു കരിനീല കളറാണ് നമുക്ക് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പൊ നമ്മള് ജയചേനപ്പ തന്നെ വിവരം അറിയിച്ചു. കൊരട്ടി പഞ്ചായത്തിന് കീഴിലുള്ള ഒരു റേഷൻ കടയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ തന്നെ നമ്മൾ കൊരട്ടി പഞ്ചായത്തിൽ ജയച്ചേനെ വിളിച്ചു, മേലൂർ പഞ്ചായത്തിലും ജയച്ചേനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം വന്നത് നോക്കിയിട്ട് പറഞ്ഞു അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നമുക്ക് എന്തായാലും ഫുഡ് ഇൻസ്പെക്ടറൊക്കെ വിളിച്ചിട്ട് അത് സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ വാർഡിൽ തന്നെയുള്ള മറ്റൊരു അംഗം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ എന്റെ വീട്ടിലും ഇതേമാതിരി ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇതേമാതിരി ചോറ് വെച്ചിട്ട് ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഇതേപോലെ തന്നെ പിങ്ക് കളർ പോലെ ആയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗൗരവം കുറച്ചും കൂടി എന്തോ അസ്വാഭാവികത ഉണ്ടല്ലോ, ഇത് സാധാരണ എന്തെങ്കിലും പാത്രത്തിൽ നിന്ന് കളർ ഇറക്കിയതോ അങ്ങനെ ഒന്നുമല്ല, ഇത് ഇന്നെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ വീണ്ടും ജയശേഖരൻ നമ്മള് ഇപ്പൊ പറഞ്ഞു മറ്റൊരാളുടെ കൂടി ഇങ്ങനെ സംഭവം കാണുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഒന്ന് കാര്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് സാമ്പിൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, ഇതുവരെ അതിനൊരു മറുപടിയും തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നൊന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു, അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതിൽ. പെട്ടെന്നൊരു പിങ്ക് കളറായതിലാണ് വലിയ ഒരു ആശങ്ക. അത് എന്തായാലും പരിഹരിക്കേണ്ടതുണ്ട്. അത് അധികാരികൾ വേണ്ടപ്പെട്ടവർ അത് പരിശോധിച്ച് എന്താണെന്ന് നമ്മളോട് ഒരു മറുപടി പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്, അത് എന്താണ് എന്ന് കണ്ടെത്തേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ കണ്ടെത്തുന്നത് വരെ ഈ ബാച്ചിൽ തന്നെ വിതരണം ചെയ്ത മറ്റ് ജനങ്ങൾ മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനോ അതുപോലുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിന്റെ ഒരു വഴി എന്ന് പറയുന്നത്, ഞാൻ 5-ാം തീയതി ആണ് ചേച്ചി ഇവിടുന്ന് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയത്. 5-ാം തീയതി വാങ്ങി 6-ാം തീയതി രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അരി വേവിച്ചു. ആ അരിയിൽ നിന്ന് കുറച്ച് ആ ചോറെടുത്ത് കഴിച്ചു. അതിന്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി. അതിനുശേഷം ഉച്ചയ്ക്ക് ചേച്ചി ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം, ചെറിയൊരു ഇത് തോന്നിയപ്പോ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഇത് ഭക്ഷണം ഈ അരി വെച്ചുള്ള ആ ചോറ് കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കഴിച്ചു, പക്ഷെ ചെറിയ സ്മെല്ല് ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പൊ വന്നപ്പോഴാണ് ഇതിന് വലിയ കളർ മാറ്റം കണ്ടത്. അപ്പൊ അതിനുശേഷമാണ് ചേച്ചി നമ്മൾ വിവരം അറിയിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ജനങ്ങളോട് ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞപ്പോഴാണ് അവര് പലരും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായി പറഞ്ഞത്. പക്ഷെ ഇത് സപ്ലൈകോയില് നമ്മൾ ഇന്നാണ് അറിയിച്ചത്. ഇന്നലെയാണ് സംഭവം നമ്മൾ അറിഞ്ഞത്. ഇന്നാണ് നമ്മൾ സപ്ലൈകോനെ അറിയിച്ചത്. സപ്ലൈകോനെ അറിയിച്ച് അവർ വന്ന് പരിശോധിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വിവരം അറിയിച്ചു. അതിനുശേഷമാണ് സപ്ലൈകോനെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സപ്ലൈകോ ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചതിന്റെ ഒരു കാരണം വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഈ അരി കഴിച്ചുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്തായാലും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾക്ക് കഴിയട്ടെ. എത്രയും പെട്ടെന്ന് ഇതിന്റെ ഒരു ഫലം പുറത്തേക്ക് വരട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങട്ടെ. അതുപോലെ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ബാച്ചിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അധികാരികൾ ശ്രദ്ധിക്കട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശംസിക്കുക അല്ലെങ്കിൽ പറയാം. ശ്രീ ലിൻസൺ ആന്റണി, മേലൂർ പഞ്ചായത്ത് അംഗം, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന്. വളരെ നന്ദി.